ഇവിടെ നായകനും നായികയും കൊട്ടാരത്തിന്റെ വാതിലിൽ മുട്ടുന്നു. അതിന്റെ ലോക്ക് ഒരു മോൺസ്റ്ററുടെ മുഖം പോലെയുണ്ട്. ആരും വാതിൽ തുറക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് അവൻ അതിന്റെ കണ്ണിൽ കുത്തുന്നു. പെട്ടെന്ന് അതിന് ജീവൻ വെച്ച് ഡാ പാസ്വേഡ് പറയടാ എന്നാലല്ലേ തുറക്കൂ എന്ന് പറയുന്നു. അവൻ 1 2 3 എന്ന് പറയുന്നു, തെറ്റ്. 4 5 6 എന്ന് പറയുന്നു, അതും തെറ്റ്. നായിക കലിപ്പത്തിയാണെന്ന് തോന്നുന്നു. കൂടുതലൊന്നും പറയാൻ നിന്നില്ല, അതിന്റെ മുഖം നോക്കി 4-5 ഇടി കൊടുത്തു. അതും പോരാഞ്ഞ് വീണ്ടും ഇടിക്കാനായി ഇരുമ്പ് വളയങ്ങളെടുത്ത് റെഡിയാകുന്നു. അപ്പോൾ ഭയന്നുപോയ ലോക്ക് എന്താണ് ചെയ്യുന്നതെന്നാലോ, മതി ഇനി ഇടിക്കരുത് എന്നും പറഞ്ഞ് അതിന്റെ കൈകൾ പുറത്തേക്ക് നീട്ടി 4 3 8 എന്ന് പറഞ്ഞ് അത് സ്വയം പാസ്വേഡ് നൽകി വാതിൽ തുറന്ന് അവരെ ഉള്ളിലേക്ക് കയറ്റുന്നു. അവരെന്തിനാണ് ഇവിടേക്ക് വന്നതെന്നാൽ ഇവരുടെ കയ്യിൽ ഒരു മോൺസ്റ്റർ കുഞ്ഞുണ്ടായിരുന്നു. അതിപ്പോൾ ഈ കൊട്ടാരത്തിലാണുള്ളത്. അവിടെയുള്ളവർ അതിനെ പാചകം ചെയ്യാതെ പച്ചയ്ക്ക് തിന്നാൻ വേണ്ടി കൊണ്ടുവരുന്നു. മോൺസ്റ്റർ കുഞ്ഞിന്റെ വായിലേക്ക് എന്തോ ദ്രാവകം കുടിക്കാൻ നൽകുന്നു. അതോടെ അത് മഴക്കത്തിലാവുന്നു. അതിനുശേഷം വിഷമുള്ള 2 കൊമ്പുള്ള ഒരു വണ്ടിനെ തുറന്നുവിടുന്നു. ആ വണ്ട് മോൺസ്റ്റർ കുഞ്ഞിന്റെ തലയിൽ കയറി നിന്ന് അതിന്റെ മൂർച്ചയുള്ള കൊമ്പ് ഉപയോഗിച്ച് വെട്ടിമുറിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ നിറയെ സ്റ്റിക്കർ പോലെയുള്ള കുട്ടി മോൺസ്റ്ററുകൾ അങ്ങോട്ടേക്ക് എത്തുന്നു. എന്നിട്ട് ആ വണ്ടിനെ മുകളിലേക്ക് എടുത്ത് എറിഞ്ഞ് പന്താടുന്നു. അതിനെ ആരാണ് അയച്ചതെന്ന് വെച്ചാൽ അതിന്റെ പുറകെ നായികയും നായകനും എത്തുന്നു. എന്നിട്ട് നായിക ഒരു കയർ മുന്നിലേക്ക് എറിഞ്ഞ് മോൺസ്റ്റർ കുഞ്ഞിനെ വലിച്ചടുപ്പിക്കുന്നു. പിന്നീട് അവിടെയുള്ളവരുമായി അടിപിടി കൂടുന്നു. പക്ഷേ അതിൽ ഒരുത്തിന് നല്ല ശക്തിയുണ്ടായിരുന്നു. അവൻ നായികയെ ആകാശത്ത് നിർത്തി ചുറ്റും ചുഴലിക്കാറ്റ് പോലെ എന്തോ വെച്ച് അവിടെ തടഞ്ഞു നിർത്തുന്നു. അവൾക്ക് അതിൽ നിന്നും വെളിയിൽ വരാൻ കഴിയുന്നില്ല, കാരണം ശക്തമായ ചുഴലിക്കാറ്റ് വലയം ചെയ്തിരിക്കുന്നു. അപ്പോൾ അവളെ രക്ഷിക്കാനായി ഒരു വയസ്സായ സ്ത്രീ എത്തുന്നു. ആ സ്ത്രീയെയും അയാൾ ചുഴലിക്കാറ്റിനുള്ളിൽ ബന്ധിക്കുന്നു. ഇതെല്ലാം ഒളിഞ്ഞിരുന്ന് കണ്ടുകൊണ്ടിരുന്ന നായകന് ഒരു ഐഡിയ തോന്നുന്നു. അവിടെ ഉണ്ടായിരുന്ന പഴങ്ങളെല്ലാം ആ മോൺസ്റ്റർ കുഞ്ഞിന് തിന്നാൻ കൊടുക്കുന്നു. അത് തിന്നതോടുകൂടി മോൺസ്റ്റർ കുഞ്ഞിന്റെ വായിൽ നിന്ന് ബുള്ളറ്റ് പോലെ പഴങ്ങളുടെ കുരുക്കൾ തെറിക്കാൻ തുടങ്ങി. അതൊക്കെ എതിരാളികളുടെ ദേഹത്ത് തട്ടി അവർക്കതിനെ തടുക്കാൻ കഴിയാതെ ഓരോരുത്തരായി തെറിച്ചു പോകാൻ തുടങ്ങി. ശക്തമായ ചുഴലിക്കാറ്റുണ്ടാക്കിയവന് പോലും അത് തടുക്കാൻ കഴിഞ്ഞില്ല. അവന്റെ മുഖത്ത് നിറയെ പോറലുകൾ ഉണ്ടാകുന്നു. യഥാർത്ഥത്തിൽ അവൻ മനുഷ്യനായിരുന്നില്ല, ഒരു ക്രൂരനായ മോൺസ്റ്റർ ആയിരുന്നു.